വാർത്തകൾ വിശദമായി. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഹാജരായി നടന്മാരായ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ബാസിയും. ആലപ്പുഴ എക്സൈസ് ഓഫീസിലാണ് നടന്മാർ ഹാജരായത്. വിവരങ്ങളുമായി ആന്റണി ജസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, ചോദ്യം ചെയ്യൽ ആരംഭിച്ചോ? എന്താണ് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എക്സൈസ് ചോദിച്ചറിയുന്നത്? തീർച്ചയായും ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. രാവിലെ 10 മണിയോട് കൂടിയാണ് ഈ നടന്മാരോട് ഹാജരാകാനായി എക്സൈസ് നോട്ടീസ് നൽകിയിരുന്നത്. പക്ഷേ ഇവരെത്തിയത് ഷൈൻ ടോം ചാക്കോ ഏതാണ്ട് 7:30 കൂടി എത്തി. അല്പസമയം മുമ്പ് ശ്രീനാഥ് ഭാസിയും അതുപോലെ തന്നെ കൊച്ചിയിലെ മോഡലായ സൗമ്യയും ചോദ്യം ചെയ്യലിനായി എത്തിയിട്ടുണ്ട്. അതിൽ ശ്രീനാഥ് ഭാസി പറഞ്ഞത് പറയാനുള്ളതെല്ലാം തങ്ങൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞുകൊള്ളാം എന്നുള്ളതാണ്. ഈ ശ്രീനാഥ് ഭാസി പറഞ്ഞത്. സൗമ്യയും ഇങ്ങനെ തന്നെയാണ് പ്രതികരിച്ചത്. ഈ ഷൈനിനെയും ശ്രീനാഥിനെയും തനിക്ക് അറിയാം, അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതാണ് ഈ സൗമ്യ, കൊച്ചിയിലെ മോഡലായ സൗമ്യയും ചോദ്യം ചെയ്യലിന് കയറുന്നതിന് മുൻപേ പ്രതികരിച്ചത്. പക്ഷേ ഷൈൻ ടോം ചാക്കോ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഷൈൻ ടോം ഈ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തന്നെ 2 മണിക്കൂറിനകം തന്നെ വിട്ടയക്കണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് താൻ ഇപ്പോഴുള്ളത് ബംഗളൂരുവിലെ ഒരു ലഹരി വിമുക്ത കേന്ദ്രത്തിലാണ്, അവിടെ ചികിത്സയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഉടനെ മടങ്ങി പോകേണ്ടതുണ്ട്. അതുകൊണ്ട് വിട്ടയക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോ എന്നുള്ളതാണ്. അത് ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് എടുക്കുക എന്നറിയില്ല. ഏതായാലും ഏറ്റവും നിർണായകമായ ഒരു ചോദ്യം ചെയ്യലാണ്. നമുക്കറിയാം, ആലപ്പുഴയിൽ 2 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ്, സാധാരണ കഞ്ചാവല്ല, ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. അത് വിദേശത്തു നിന്നാണ് കൊണ്ടുവന്നത്. അതുമായി പിടിയിലായത് ഈ ചെന്നൈയിൽ ഇപ്പോൾ താമസിക്കുന്ന കണ്ണൂർ സ്വദേശിനിയായ തസ്ലിമ സുൽത്താന എന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ഭർത്താവും കൂട്ടാളിയും വന്ന് പിടിയിലായിരുന്നു. ഇതിൽ ഈ തസ്ലിമയെ ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് ഈ നടന്മാർക്കും താൻ ഈ കഞ്ചാവ് നൽകിയിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞത്. ഈ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും കഞ്ചാവ് നൽകിയെന്ന് തസ്ലിമ സമ്മതിക്കുന്നത്. പിന്നീട് വിശദമായുള്ള അന്വേഷണത്തിൽ ഈ നടന്മാരും തസ്ലിമയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ എക്സൈസിന് ലഭിച്ചു. അങ്ങനെ ഇവർ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത് കണ്ടെത്തി. നേരത്തെ നടന്മാർ അത് നിഷേധിച്ചിരുന്നു. ആദ്യം ശ്രീനാഥ് ഭാസി ഹൈക്കോടതി നൽകിയ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞത് സാധാരണ തനിക്ക് ചിലർ മെസ്സേജ് അയക്കുന്നത് പോലെയുള്ളൊരു തമാശയാണെന്നാണ് കരുതിയത്, അതുകൊണ്ടാണ് താൻ പ്രതികരിച്ചത് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് ശ്രീനാഥ് ഭാസി ആ മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് വിശദമായ അന്വേഷണത്തിൽ ഈ നടന്മാർക്ക് ഇത് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എക്സൈസിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെയാണ് ഇരുവരോടും ഹാജരാകാനായി എക്സൈസ് ആവശ്യപ്പെട്ടത്. ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഇരുവർക്കും എക്സൈസ് നോട്ടീസ് നൽകുകയും ചെയ്തത്. അങ്ങനെ വിശദമായൊരു അന്വേഷണം നടത്തുന്ന ഘട്ടത്തിലാണ് ഈ കൊച്ചിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മോഡലായ സൗമ്യ പാലക്കാട് സ്വദേശിനിയാണ്. ഈ സൗമ്യയ്ക്കും ഈ ഇടപാടിൽ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഈ നടന്മാർക്കിടയിൽ ഇടനിലക്കാരി, ഈ തസ്ലിമയ്ക്കും നടന്മാർക്കും ഇടയിൽ ഇടനിലക്കാരി സൗമ്യയാണ്, അല്ലെങ്കിൽ സൗമ്യയ്ക്കും ഈ കഞ്ചാവ് വിതരണവുമായി ബന്ധമുണ്ടെന്നുള്ളൊരു നിഗമനത്തിൽ എക്സൈസ് എത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൗമ്യയ്ക്ക് കൂടി കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയതും ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതും. ഏതായാലും ഈ 3 പേരുടെയും ചോദ്യം ചെയ്യലാണ് ഇന്ന് നടക്കുന്നത്. നാളെ ഈ ബിഗ് ബോസിൽ കഴിഞ്ഞ സീസണിൽ ജയിച്ച റിയാലിറ്റി ഷോ താരമായ ജിൻഡോയോട് ഹാജരാകാനായി എക്സൈസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. നാളെ ഹാജരാവാനാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെ ഒരു വിശദമായ അന്വേഷണം തന്നെയാണ് ഇക്കാര്യത്തിൽ എക്സൈസ് നടത്തുന്നത്. കാരണം നമുക്കറിയാം, സിനിമാ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഹരി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ ആഴ്ചയാണ് ലഹരി ഉപയോഗത്തിനിടെ ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും പിന്നീട് അറസ്റ്റിലാവുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയും ഒക്കെ ചെയ്തത്. ഇന്നലെ സംവിധായകൻ ഖാലിദ് റഹ്മാൻ അടക്കം 2 പേർ പിടിയിലാകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ എക്സൈസ് ഇക്കാര്യത്തിൽ ഒരു വിശദമായ പരിശോധന തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തസ്ലിമ ആർക്കൊക്കെ കഞ്ചാവ് നൽകി, നടന്മാർക്കല്ലാതെ മറ്റാർക്കെങ്കിലും കഞ്ചാവ് നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ എക്സൈസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായൊരു ചോദ്യം ചെയ്യൽ, നടന്മാരെ ചോദ്യം ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും നടപടികളിലേക്ക് എക്സൈസ് കടക്കുമോ എന്നറിയില്ല. കൃത്യമായ തെളിവ് എക്സൈസിന്റെ കയ്യിൽ ഇവർക്ക് കൈമാറിയതടക്കം ഈ തസ്ലിമയും ഈ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. രാവിലെ 7:30 കൂടിയാണ് ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. ചോദ്യം ചെയ്യലിന് ഹാജരായ ഘട്ടത്തിൽ ഉടനെ മടങ്ങി പോകണമെന്നൊരു ആവശ്യവും കൂടി ഷൈൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി ആന്റണി, വിവരങ്ങളുമായി ആന്റണിയാണ് ചേർന്നത്. സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരിൽ നിന്ന് പിടിച്ചെടുത്ത